വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് കടലുണ്ടി സ്വദേശി അബ്ദുൾ റഹീമിന്റെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കും. പെരുന്നാൾ അവധിക്ക് മുൻപായി പുറത്തിറങ്ങൽ നടപടികൾ പൂർത്തിയാക്കാനാണ് കുടുംബത്തിന്റെയും നിയമസഹായ സമിതിയുടെയും നീക്കം. വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ റഹീം എത്തുന്നതിന്റെ സന്തോഷത്തിലാണ് കുടുംബം. ഇപ്പോൾ നല്ലൊരു പ്രതീക്ഷയിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ലാസ്റ്റ് ദിവസമാണ്, അവൻ്റെ ശിക്ഷ അവസാനിക്കുന്ന ദിവസമാണെന്ന്. അത് കഴിഞ്ഞാൽ അവന് നാട്ടിലേക്ക് എത്തണം. അപ്പോൾ നാട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ ടിക്കറ്റ് ഇഷ്യൂ ചെയ്യണം. ആ ടിക്കറ്റ് കൈ കിട്ടിയാലേ നമുക്ക് എപ്പോൾ എത്തും, ഏത് സമയത്ത് എത്തും എന്നുള്ളത് പറയാൻ കഴിയുള്ളൂ. അവന് വരുന്നുള്ള പ്രതീക്ഷ എല്ലാവരും വെയിറ്റ് ചെയ്യണം. വലിയ ജനപങ്കാളിത്തത്തോടെ നടത്തിയ വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടമാണ് ഒടുവിൽ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നത്. സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിയാദിൽ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ 20 വർഷത്തെ ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. കൃത്യമായ ഡേറ്റ് ഞങ്ങൾക്ക് അറിവായിട്ടില്ല. ഈ 20 വർഷം എന്ന കാലാവധി ഇന്ന് രാത്രിയോടുകൂടി തീരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് സൗദി പോലുള്ള രാജ്യത്തിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തെ തിരിച്ചയക്കുക എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കൃത്യമായ സമയമോ ഡേറ്റോ ഞങ്ങൾക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ വരുമെന്ന് ഉറപ്പിച്ച് പറയാൻ നിയമസഹായ സമിതിക്ക് സാധിക്കാത്ത സാഹചര്യമുള്ളത്. മോചനത്തിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായതായാണ് സൂചന. താമസിയാതെ ആഭ്യന്തര മന്ത്രാലയം ഫൈനൽ എക്സിറ്റ് വിസ അനുവദിക്കും. ഇതോടെ സൗദി സർക്കാരിന്റെ ഭാഗത്ത് നിന്നുള്ള നടപടികൾ പൂർത്തിയാകും. തുടർന്ന് യാത്രാ തീയതി ക്രമീകരിച്ച് നാട്ടിലേക്ക് മടങ്ങുമെന്നാണ് പ്രതീക്ഷ. രാജ്യം വിടാനുള്ള എമർജൻസി സർട്ടിഫിക്കറ്റ് റിയാദിലെ ഇന്ത്യൻ എംബസി തയ്യാറാക്കിയിട്ടുണ്ട്. സൗദി ബാലന്റെ കുടുംബത്തിന് മോചനദ്രവ്യം നൽകാനുള്ള പണം മലയാളികൾ ഒറ്റക്കെട്ടായി സ്വരൂപിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി കാത്തിരിക്കുകയാണ് കുടുംബവും മലയാളികളും. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.